പുത്തൻ കോഴ്സുകളുമായി അടിമുടി മാറ്റത്തിനൊരുങ്ങി തലസ്ഥാന നഗരിയിലെ ലോയോള കോളേജ് ഫോർ സോഷ്യൽ സയൻസ്. സ്വയംഭരണ പദവി കിട്ടിയതോടെയാണ് അക്കാദമിക് രംഗത്ത് മാറ്റങ്ങൾക്കൊരുങ്ങുന്നത്. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ ഓട്ടോണോമസ് പദവി കിട്ടുന്ന മൂന്നാമത്തെ കോളേജാണ് ലോയോള. സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലെ ഉന്നത പഠനത്തിന് പേരുകേട്ട ലോയോള കോളേജ് ഫോർ സോഷ്യൽ സയൻസിന് ഇനി ഓട്ടോണോമസ് പദവി. നാക് A++ അംഗീകാരവും മികച്ച റാങ്കിങ്ങുമുള്ള കോളേജിന് നിരന്തര ശ്രമത്തിനുള്ള അംഗീകാരമായാണ് ഓട്ടോണോമസ് പദവി തേടിയെത്തിയത്. നിലവിൽ PG കോഴ്സുകളും റിസർച്ച് സംവിധാനങ്ങളുമുള്ള കോളേജ് ഇനി UG കോഴ്സുകൾ അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. സമൂഹത്തിനും കുട്ടികൾക്കും ഉപകാരപ്രദമായ ഡിമാൻഡുള്ള കോഴ്സുകൾ സമയത്ത് തുടങ്ങുക, അതിൻ്റെ എക്സാമിനേഷൻ സമയത്ത് കണ്ടക്ട് ചെയ്ത് സമയത്ത് പ്രോഗ്രാം അവസാനിപ്പിച്ച് കുട്ടികൾക്ക് നല്ലൊരു റിസൾട്ട് കൊടുത്ത് നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. പുതുതലമുറ കോഴ്സുകളായിരിക്കും തുടങ്ങുക. ഡാറ്റ അനലിറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സിലബസിൽ ഉറപ്പാക്കും. 5-6 UG പ്രോഗ്രാമുകളാണ് ഞങ്ങളിപ്പം ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സാമൂഹ്യശാസ്ത്രത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഡാറ്റ അനലിറ്റിക്സ് ഇൻ്റഗ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു വലിയ ഒരു കൺസർവേറ്റീവായിട്ടുള്ള ഒരു ഡിവിഷൻ ഇന്ന് നിലനിൽക്കുന്നില്ലെന്നുള്ളതാണ് ലോകമെമ്പാടും നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ സാമൂഹ്യശാസ്ത്രത്തിന് വേണ്ടി അറിയപ്പെടുന്ന കോളേജാണ്. നമ്മുടെ ഏറ്റവും ദീർഘകാലത്തെ നമ്മുടെ സേവന മേഖലയിലാണെങ്കിലും നമുക്കിപ്പം ഈ ഡിസിപ്ലിൻ അങ്ങനെ കംപ്ലീറ്റ്ലി വേർതിരിച്ചുകൊണ്ട് കമ്പാർട്ട്മെൻറ്റൈസ് ചെയ്ത് കാണേണ്ട ഒരു ഫ്രെയിം വർക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് ആഡിങ് സച്ച് പ്രോഗ്രാംസ് ആസ് വെൽ. പുതിയ കെട്ടിടവും കോഴ്സുകളുമൊക്കെയായി അടുത്ത അക്കാദമിക് വർഷം മുതൽ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് 61 വർഷം പഴക്കമുള്ള ലോയോള കോളേജ്. ജെസ്യൂട്ട് എഡ്യൂക്കേഷന് കീഴിലെ കോളേജിന്റെ സഹോദര സ്ഥാപനമാണ് ചെന്നൈ ലോയോള കോളേജ്. മാർ ഇവാനുവേസും കൊല്ലം ഫാത്തിമ കോളേജുമാണ് ഇതിനു മുൻപ് കേരള സർവകലാശാലയിൽ സ്വയംഭരണ പദവി കിട്ടിയ സ്ഥാപനങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.